മലയാളികൾക്ക് അഭിമാനമാണ് കേരള പോലീസ്. കേരള പോലീസിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള മിഷനറികൾ കേരള പോലീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് കേരള പോലീസിൻ്റെ സ്റ്റാളിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 18ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കി മുതൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന AK-47 വരെയുള്ള ആയുധങ്ങൾ ഇന്ന് ഈ സ്റ്റാളുകളിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇത് AK-47 ആണ്. ഇത് നമ്മൾ കണ്ടിരിക്കുക അതിർത്തിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് കേരള പോലീസിൻ്റെ പക്കലുള്ള തോക്കുകളിൽ പെട്ടതാണ് AK-47. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസുകാർ തന്നെ നമ്മളടുത്ത് പങ്കുവയ്ക്കും. പിന്നീടുള്ളത് എല്ലാ തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാവുന്ന തോക്കുകളും പഴയ കാലത്ത് പോലീസുകാർ ഉപയോഗിച്ചിരുന്ന തോക്കുകളടക്കം ഇതിലുണ്ട്. ഇതിലിതാ ഇപ്പോൾ കാണുന്നത് പിസ്റ്റളാണ്. ഒരു പിസ്റ്റൾ കാണിച്ചു തന്നേട്ടാ. ആദ്യമായിട്ടാണ് പിസ്റ്റൾ നമ്മൾ കൈകൊണ്ട് തുറന്നത്. സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ കളിത്തോക്ക്, ഇതാണ് ഒറിജിനൽ പിസ്റ്റളാണ്, ലോഡ് ചെയ്തിട്ടില്ല. ലോഡ് ചെയ്യാത്ത ഒറിജിനൽ പിസ്റ്റളാണ് ഇത്. എനിക്ക് തോന്നുന്നു US മെയ്ഡാണ്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ സാർ ഇത് എങ്ങനെയാണ് ഉപയോഗം, ഇതിൻ്റെ മെയ്ഡ് എങ്ങനെയാണ്? ഇത് അമേരിക്കൻ മെയ്ഡ് ഗ്ലോക്ക് പിസ്റ്റലാണ്. ഇതിനകത്ത് നമുക്ക് 15 റൗണ്ട് നിറയ്ക്കാം. 9mm ബുള്ളറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഇന്ത്യൻ വെർഷനുണ്ട്, അത് 9mm പിസ്റ്റളാണ്. അത് വെയിറ്റ് ഒരു 935 ഗ്രാമാണ്. മറ്റേത് 595 ഗ്രാമാണ് വെയിറ്റ്. ഇതിനകത്ത് നമുക്ക് ഇന്ത്യൻ മെയ്ഡിനകത്ത് 13 റൗണ്ട് നിറയ്ക്കാം. പിന്നെ നമ്മുടെ പഴയ കാലത്തെ റിവോൾവർ ഉണ്ട്. റിവോൾവർ ഇപ്പോഴും യൂസാണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആനുവൽ ഫയറിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടിക്കായിട്ട് കൊണ്ടുപോകുന്നത്, ഡ്യൂട്ടിക്ക് പിസ്റ്റളാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇതിലെത്ര? ഇതിൽ 6 അതിനകത്ത്. ഇത് 6 റൗണ്ട് ചേമ്പർ 6 നമുക്ക് നിറയ്ക്കാം. അതിനകത്ത് 380 ബുള്ളറ്റാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഗൺ അതായിരിക്കും അല്ലേ? അതാണ് നമുക്ക് 303യുടെ വെർഷനാണ്. ഇത് 7.62 ആണ്. നമ്മളൊന്ന് വേണം. അതെ, നമ്മൾ പിടിച്ചു തിരയല്ലേ? അതെ, തിരയാണ്, സിംഗിളായിട്ട്. ഇതിനകത്ത് നമ്മൾ 7.62 ആംബുലേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതാണ് മാഗസിൻ. ഇതിനകത്ത് നമുക്ക് 10 ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിംഗിളായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഒരെണ്ണം അടച്ച് ബോൾട്ട് അടച്ചിട്ട് ഓരോന്ന് ഫയർ ചെയ്യാൻ പറ്റും. ഇത് പിടിച്ചു നോക്കിയോ, വെയിറ്റ് നോക്കിയോ. നല്ല വെയിറ്റുള്ള ഒരു കാലത്ത് പോലീസുകാർ ഉപയോഗിച്ചിരുന്ന തോക്കാണ് ഇത്. എന്നെപ്പോലുള്ള 2 ആൾ പിടിച്ചാലേ ഇതൊന്നും മര്യാദയ്ക്ക് എയിം ചെയ്യാൻ പറ്റുള്ളൂ. അന്നത്തെ പോലീസ് എയിം ചെയ്ത് ഷൂട്ട് ചെയ്തിരുന്ന തോക്കാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കേരള പോലീസിൻ്റെ ഓരോരോ സേവനങ്ങൾ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരള പോലീസിൽ ഉപയോഗിക്കുന്ന തൊപ്പികളാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള തൊപ്പികളാണ് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സിവിൽ പോലീസ് ഉപയോഗിക്കുന്ന തൊപ്പി, അതിനുശേഷം സീനിയർ സിവിൽ പോലീസ്, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ, DIG, IG, DGP, അവരൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പിയാണിത്. ഇത് നോക്കൂ, നമ്മുടെ DGPയുടെ തൊപ്പിയാണിത്. അങ്ങനെ ആർക്കും കാണാം, ഇത് വെച്ച് നോക്കാം, വെച്ച് ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതിൻ്റെ മാത്രമല്ല അവരുടെയൊക്കെ ബാഡ്ജുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇനി പറയേണ്ടത് അവരുടെ പോലീസുകാർ ഉപയോഗിച്ച വയർലെസ് സെറ്റുകളുടെ വിവരണങ്ങളാണ് ഇവിടെ നോക്കുന്നത്. പഴയ കാലത്തെ വയർലെസ് സെറ്റുകൾ മുതൽ ഏറ്റവും പുതിയ കാലത്ത് മുതലുള്ള ഇത് പഴയതല്ലേ സാർ? ഇതെങ്ങനെയാണ്? പഴയകാല 68-70 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. 1972 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചത്. അല്ല, ഇതിപ്പോൾ വർക്ക് ചെയ്തില്ല. ഇത് വർക്ക് ചെയ്തില്ല, പഴയ മോഡലാണ്. പഴയ നസീറിൻ്റെ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ വയർലെസ് സെറ്റാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഏറ്റവും ആണല്ലേ. ചെറുത്, തീരെ ഭാരമില്ലാത്ത, ഏറ്റവും മോട്ടോറോളയുടെ ഏറ്റവും നൂതന സാങ്കേതിക സാധനങ്ങളാണ്. ഇതൊക്കെ എന്താ സാറേ? ഇതൊക്കെ എന്താ? ഇത് പഴയ HF എന്ന് പറയും. മോഴ്സ് കോഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് ഉണ്ട് സാർ. പഴയ DC വോൾട്ട് മോട്ടർ. ഇത് നമ്മുടെ മൈക്കും മറ്റു കാര്യങ്ങളായിരിക്കും അല്ലേ? പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് ഞെക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കാം, മൈക്കിൽ കൂടെ പഴയ സംസാരിക്കാം. അങ്ങനെ ഇങ്ങനെയുള്ള ഇത്തരം സംവിധാനങ്ങളിൽ നിന്നാണ് നമ്മളെ കേരള പോലീസ് ഇന്നത്തെ ഈ ഒരു വിപുലമായ സംഗീതയിലേക്ക് എല്ലാം എത്തിയത്. എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഇന്ന് കേരള പോലീസിൻ്റെ പക്കലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മേളയിൽ, അത് എൻ്റെ കേരളം പ്രദർശനശാലയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വന്ന് കാണേണ്ടതാണ്. നമ്മുടെ പോലീസുകാർ ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്, ജയിലുണ്ട്. ആ ജയിലും കൂടെ നമുക്ക് കാണേണ്ടതാണ്. കോടതിയുണ്ട്, എല്ലാം കാണാം. എന്തായാലും ഈ സ്റ്റാള് എല്ലാവരും വന്ന് കാണേണ്ടതാണ്.
വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശിയ ഇൻ റിപ്പോർട്ടർ കൊല്ലം.